തോക്കിന്റെ രൂപത്തിൽ, കത്തിയുടെ രൂപത്തിൽ, പാഞ്ഞു വരുന്ന കാറിന്റെയും ട്രക്കിന്റെയും ഒക്കെ രൂപത്തിൽ ഏത് നിമിഷവും ഒരു ഇസ്ലാമിക ഭീകരൻ ആക്രമിച്ചേക്കാം എന്ന ഭീതിയിൽ കഴിയേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് പാശ്ചാത്യ ലോകത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിലെയും അമേരിക്കയിലെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ന്യൂ ഓർലിയോൺസിൽ നടന്ന ആക്രമണം, ഇസ്ലാമിക ഭീകരൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി ഇസ്ലാമിക ഭീകരൻ നടത്തിയ ആ ഒരു ആക്രമണം അക്ഷരാർത്ഥത്തിൽ അമേരിക്കൻ ജനതയെ ഞെട്ടിച്ചിരിക്കുകയാണ്. 15ഓളം സാധാരണക്കാരായ ജനങ്ങളാണ് ആ ആക്രമണത്തിൽ തങ്ങളുടെ ജീവൻ വെടിയേണ്ടി വന്നത്. ഒപ്പം തന്നെ ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ലാസ് വെഗാസിലുള്ള ഒരു ഹോട്ടലിന് മുന്നിലുണ്ടായ ഒരു സ്ഫോടനവും അതിന്റെ പിന്നിലും ഒരു ഭീകര പ്രവർത്തനം ഇപ്പോൾ സംശയിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ സമാധാനത്തോടെയും സുസ്ഥിരതയോടെയും ഐക്യത്തിലുമൊക്കെ ജീവിച്ചിരുന്ന സമാധാനപൂർവമായ അന്തരീക്ഷത്തിന് പേരുകേട്ട പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ന് എന്തുകൊണ്ടാണ് ഭീതിയുടെ ഒരു നിഴലിൽ കഴിയേണ്ടി വരുന്നത്? അമേരിക്കയ്ക്കും യൂറോപ്പിനും സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ദുരവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഭീകരതയോടുള്ള ഒരു മൃദു സമീപനം, അതിന്റെ ഒരു പരിണിത ഫലമാണോ ആ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ, റോബിൻ. വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് പാശ്ചാത്യ ലോകത്തിപ്പോൾ നിലനിൽക്കുന്നത്. അമേരിക്കയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെയധികം ഭീതി ജനിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ 9/11 അറ്റാക്കിന് ശേഷം ആ മേഖലയിലെ അമേരിക്കയിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഭീതിയിൽ ആഴ്ത്തുന്ന ഒരു വൺ ഓഫ് ദി ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് വേണമെങ്കിൽ ഈ ന്യൂ ഓർലിയോൺസിൽ നടന്ന ആക്രമണത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിനകത്ത് പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നൽകുകയുണ്ടായി. ഈ ആക്രമണത്തിന് മുമ്പ്, ഈ ആക്രമണത്തിന് ഉത്തരവാദിയായി ഈ ആക്രമണം നടത്തിയ ഇസ്ലാമിക ഭീകരൻ ഷംസുദ്ദീൻ ജബ്ബാർ, ആ വ്യക്തിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്തിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആശയങ്ങളിൽ ആകർഷനായി അനേകം പേരെ കൊന്നൊടുക്കുവാൻ താൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ആ ആക്രമണം നടത്തിയ ട്രക്കിന്റെ പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാക കെട്ടിക്കൊണ്ടാണ് ആ വ്യക്തി ആ ഒരു ആക്രമണം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു വിഷയങ്ങളുടെ ഒരു കോർ, ഒരു അന്തസത്ത ആ ഒരു പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ട്രംപിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ഫോർ പോലീസ് സ്റ്റീഫൻ മില്ലർ ഈ ഇസ്ലാമിക് ടെറർ അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞ ഒരു ശ്രദ്ധേയമായിട്ടുള്ള പരാമർശമാണ്. ഇസ്ലാമിസ്റ്റ് ടെററിസം ഈസ് ആൻ ഇമ്പോർട്ട്, ഇറ്റ് ഈസ് നോട്ട് ഹോം ഗ്രോൺ, ഇറ്റ് ഡിഡിൻ എക്സിറ്റ് ഹിയർ ബിഫോർ മൈഗ്രേഷൻ ബ്രോട്ട് ഇറ്റ് ഹിയർ. നമ്മൾ പലതവണ നിലപാടിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു മൈഗ്രേഷൻ, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മൈഗ്രേഷൻ, അതിന്റെ ഒപ്പം തന്നെ അവർ കൂടെ കൊണ്ടുവന്നതാണ് ഈ ഇസ്ലാമിക ഭീകരവാദം. ഏറ്റവും കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയുള്ള ഈ സ്ലീപ്പർ സെല്ലുകൾ ഈ ആൾക്കൂട്ടത്തെ പ്രണയിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയൊരു വസ്തുത. അത് ഒരു ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ആണ് നമ്മൾ ഒരു തരത്തിൽ നിരീക്ഷിക്കുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നത്. അതായത് ഇവർ ആൾക്കൂട്ടത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ പല ദൂരവ്യാപകമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും ഇവർ നൽകുന്നുണ്ട്. ഇത്തരം ആഘോഷ ചടങ്ങുകൾ പാടില്ല, അതായത് തങ്ങൾ ജീവിക്കുന്ന നാട് ഒരു സുരക്ഷിതമല്ല, ഒരു അരക്ഷിതാവസ്ഥ, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ജനങ്ങൾക്കിടയിലേക്ക് ഇൻജെക്ട് ചെയ്യുക, വളരെ ഒരു ഭീതി ഇൻജെക്ട് ചെയ്യുക എന്ന വ്യക്തമായിട്ടുള്ള ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട്. ഒപ്പം തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് 2020 അവസാനിച്ചു എന്ന് നാം ചിന്തിച്ചെങ്കിൽ പോലും സിറിയയിലും ഇറാഖിലും ഒക്കെ ഇസ്ലാമിക് സ്റ്റേറ്റ് എങ്ങനെ പ്രവർത്തിച്ചു, അതിന്റെ വേറൊരു രൂപത്തിൽ അവർ ഇമ്പോർട്ട് ചെയ്ത ഈ മൈഗ്രേഷനോടൊപ്പം തന്നെ അവർ ഇമ്പോർട്ട് ചെയ്ത ഈ സ്ലീപ്പർ സെല്ലുകളുടെ രൂപത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് കടക്കുമ്പോൾ റോബിൻ, ഈ ആൾക്കൂട്ടത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന, പ്രത്യേകിച്ച് ഈ ട്രക്കിലൂടെയും കാറിലൂടെയും ഒക്കെ ഇടിച്ചു കയറ്റി ഇവർ ആക്രമിക്കുന്ന ഈ ഒരു ശൈലി, നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കൊക്കെ പോയ ഈ അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന വ്യക്തിയുടെയൊക്കെ വോയിസ് ക്ലിപ്പ് വൈറലായി മാറിയിരുന്നു. അന്ന് വലിയൊരു ഗൗരവമൊന്നും അധികം ആ വോയിസ് ക്ലിപ്പിനൊന്നും അധികം ആരും കൊടുത്തിട്ടില്ല. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് അവർ നടത്തിയ ആഹ്വാനങ്ങൾ അത് എപ്പോൾ വേണമെങ്കിലും നടപ്പാക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉണ്ട് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയല്ലേ ജർമ്മനിയിലും ഒപ്പം തന്നെ US ഏറ്റവും ഒടുവിലൊക്കെ നടന്ന ഈ ആക്രമണങ്ങൾ നൽകുന്ന സൂചനകൾ? എനിക്ക് തോന്നുന്നത് അത് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇസ്ലാമിക് സ്റ്റേറ്റിനെ വെച്ച് തന്നെ തുടങ്ങി. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാക കെട്ടിയാണല്ലോ ഇയാൾ ആക്രമണം നടത്തിയത്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആളുകൾ ഈയാമ്പാറ്റകളെ പോലെ കയറി വന്ന് കൂടാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ത് വിഭാവനം ചെയ്തോ,
അവരെന്ത് ഐഡിയോളജി മുന്നിൽ വെച്ചോ എന്ന് വെച്ചാൽ വളരെ ക്രൂരമായി ആളുകളെ കൊന്നുകളയുന്നതായിരുന്നു. എന്ന് വെച്ചാൽ വളരെ ക്രൂരമായി കാഫറുകളെ കൊന്നുകളയുന്ന എന്നുള്ള നയം തന്നെയായിരുന്നു അവർ സ്വീകരിച്ചത്. ആ കാഫറുകളെ കൊന്നുകളയുക എന്നുള്ള അവരുടെ ആ ഐഡിയോളജി, വളരെ ക്രൂരമായി കൊന്നുകളയുക എന്നുള്ള ഐഡിയോളജി എങ്ങനെ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ കിടന്ന ആളുകളെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ പലപ്പോഴും ആളുകൾ പറയുന്ന ഒറ്റപ്പെട്ട സംഭവം, ഇങ്ങനെ പ്രാദേശികമായ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു പ്രാദേശിക സംഭവമായിരുന്നില്ല. അത് ബ്രിട്ടനിൽ കിടന്നവനെ സ്വാധീനിച്ചു, യൂറോപ്പിന്റെ പല രാജ്യങ്ങളിൽ കിടന്നവനെ സ്വാധീനിച്ചു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നവനെ സ്വാധീനിച്ചു. അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വേണമെങ്കിൽ നിരീശ്വരവാദ രാജ്യങ്ങളിൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും സെക്കുലർ രാജ്യങ്ങളിൽ നിന്ന് പറയുന്ന അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ ആ ഐഡിയോളജി സ്വാധീനിക്കുകയും ആ ഒരു വിളക്കിലേക്ക് ഈയാമ്പാറ്റ പറന്നു ചെല്ലുന്നത് പോലെ ഒരു കോമൺ കോസിലേക്ക് ചെല്ലാൻ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളെ ഇത് സ്വാധീനിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ബേസിക് കോസ് എന്തായിരുന്നു. അതിന്റെ ബേസിക് കോസ് പലരും പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ ഐഡിയോളജി? ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് വരുന്ന ഐഡിയോളജി തന്നെയാണ് ഇതിനെ എല്ലാം നയിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടായത് അങ്ങനെയാണ്. ലോകത്തിലെ ഏത് തീവ്രവാദ സംഘടന എടുത്താലും, ക്രൂരമായി കാഫറുകളെ കൊന്നുകളയുന്ന ഏത് തീവ്രവാദ സംഘടന എടുത്താലും ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഒരേ ഭാഗത്ത് നിന്നാണ് പോകുന്നത് എന്നുള്ളത് ഏറ്റവും വളരെ വ്യക്തമാണ്. ഇനി ഈ ആക്രമണത്തിന്റെ ഭാഗങ്ങളിലേക്കല്ല. ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ഈ ആക്രമണം അമേരിക്കയിൽ ജസ്റ്റ് നടന്നു എന്നുള്ളതല്ല. ഇതിനു മുന്നേ ഒരുപാട് സൈനികൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കോളേജുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ ജൂതന്മാർക്കെതിരെ വ്യാപകമായ തോതിൽ പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ, അവിടെ വളരെ വലിയ അക്രമങ്ങൾ നടന്നപ്പോൾ അന്ന് തന്നെ അത് വളരെ വ്യക്തമായിരുന്നു എത്രത്തോളം സ്വാധീനം ഇതുപോലുള്ള സംഘടനകൾക്ക് അമേരിക്കയിലുണ്ട് എന്നുള്ളത്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് മാത്രമാണ് ഇപ്പോൾ അമേരിക്കയിൽ കണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം നടന്നു. ഇതെല്ലാം അവിടെയെല്ലാം ഇതിനു മുന്നേ കൃത്യമായ സൈനുകൾ ഉണ്ടായിരുന്നു. ആ സൈനുകളുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. ഇനി അമേരിക്കയിൽ ഈ സംഭവിച്ച ഈ പർട്ടിക്കുലർ ഇൻസിഡന്റിനെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആരും പറയാതെ പോകുന്ന ഒരു വളരെ വളരെ എന്നാൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. എന്ന് വെച്ചാൽ ഈ ന്യൂ ഓർലാൻഡ്സിലെ കത്തീഡ്രലിന്റെ, എന്ന് വെച്ചാൽ ഈ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ ട്രക്ക് ഓടിച്ച ആള് അയാളുടെ കയ്യിൽ എക്സ്പ്ലോസീവ് ഉണ്ടായിരുന്നു, അയാളുടെ കയ്യിൽ ഗൺ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള സംഗതി ഉണ്ടായിരുന്നു. അതുകൂടാതെ മറ്റ് നാല് പേർ എക്സ്പ്ലോസീവ്സ് സ്ഥാപിച്ചിരുന്നു എന്നാണ്. അത് പോലീസ് കണ്ടെടുക്കുകയും നിർവീര്യമാക്കുകയും ചെയ്തുകൊണ്ട് സ്ത്രീ ഉൾപ്പെടെയുള്ള 4 പേര്. ഇത് സ്ഥാപിച്ച സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ന്യൂ ഓർലാൻഡ്സ് കത്തീഡ്രലിന്റെ അടുത്താണ് ഇത് സ്ഥാപിച്ചത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ഫീസ്റ്റിന്റെ ദിവസം, അവിടെ വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ദിവസം, ആ സമയത്ത് ആ കത്തീഡ്രലിന്റെ അടുത്താണ് ഈ എക്സ്പ്ലോസീവ് സ്ഥാപിച്ചിരുന്നത് എന്ന് പറയുന്നത്. ഒരു മാധ്യമങ്ങളും അത് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്ന് വെച്ചാൽ അവിടെ വിശ്വാസികൾ വന്നിരുന്നു, കുർബാനയ്ക്ക് വിശ്വാസികൾ വന്നിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് സ്ഥാപിച്ച ആ ഒരു ഇൻസിഡന്റിനെ കൂടെ, എന്ന് വെച്ചാൽ കാത്തോലിക്സിന്റെ ഫീസ്റ്റ് ദിനമായിരുന്നു അന്ന്. അതിനെക്കുറിച്ച് ഒരു മനുഷ്യരും ഒരു മാധ്യമങ്ങളും അമേരിക്കയിൽ ഒരു മാധ്യമങ്ങളും പറയുന്നില്ല. വളരെ നിശബ്ദമാണ്. എന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ പ്രീസ്റ്റുകളെ കുറിച്ച് ഒരു കാലഘട്ടത്തിൽ വ്യാപകമായ തോതിൽ അമേരിക്കയിലെ മാധ്യമങ്ങൾ വ്യാപകമായ തോതിൽ ഒരുപാട് കഥകൾ മെനഞ്ഞെടുത്ത് പല കഥകളെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പോയപ്പോൾ പിന്നീട് റിപ്പോർട്ടുകൾ വന്നത് അതൊന്നും ഇല്ലാത്ത കഥകളായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായ ഒരു രാജ്യത്താണ് ഇതുപോലുള്ള ഒരു സ്ഥലം മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിട്ട് മറച്ചു വെക്കപ്പെട്ടിരുന്നു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ ജർമ്മനിയിലും അമേരിക്കയിലും ഇപ്പോൾ നടന്ന ഈ ആക്രമണങ്ങളിൽ ഒന്ന് ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്, ഒന്ന് ഈ ന്യൂ ഓർലാൻഡ്സിലെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വന്നു ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്ന് വെച്ചാൽ ഈ ഫീസ്റ്റിന്റെ ഇടയിലേക്ക് ആളുകൾ കൂടിയപ്പോൾ ഇവർ ട്രക്ക് ഓടിച്ച് കയറ്റിയതിന്റെ പിന്നിലെ മെന്റാലിറ്റി, ആ മെന്റാലിറ്റി എന്ന് പറയുന്നത് കാഫറുകളെ കൊന്നുകളയുക എന്നുള്ള അതേ മെന്റാലിറ്റിയാണ്. അവിടെയാണ് സെക്കുലറിസത്തിന്റെ പേരിൽ ഇപ്പോൾ ഈ യൂറോപ്പിലെയും അമേരിക്കയിലെയും ജനങ്ങൾ കൃത്യമായി ഇത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പോപ്പുലിസ്റ്റായ ഡൊണാൾഡ് ട്രംപിനെ ജനകീയ വോട്ടുകളിൽ വളരെ മുന്നിൽ നിർത്തി അവർ ജയിപ്പിച്ചു വിടുന്നത്. പോപ്പുലർ വോട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടി ഡൊണാൾഡ് ട്രംപിന് കിട്ടിയാണ് ജയിച്ചത്. അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഫാർ റൈറ്റ് തീവ്ര വലതുപക്ഷം ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നതും ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഈ ഒലാഫ് ഷോൾപ്പ് പോലെയുള്ള, അതുപോലെ ഇമ്മാനുവൽ മക്രോൺ പോലെയുള്ള സെന്റർ അല്ലെ ലെഫ്റ്റ് അവിടുത്തെ ലീഡേഴ്സ് അവിടുത്തെ ഇസ്ലാമിനെതിരെ അല്പമെങ്കിലും നടപടി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതിനോടുള്ള പ്രതിഷേധം കൊണ്ടല്ല, ഇസ്ലാമിനോടുള്ള പ്രതിഷേധം കൊണ്ടല്ല, ഇസ്ലാമിക തീവ്രവാദത്തോടുള്ള പ്രതിഷേധം കൊണ്ടല്ല. അവരത് എടുക്കാൻ കാരണം ഫാർ റൈറ്റ് വളർന്നു വരുന്നതിനെ അവർ പേടിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ സെക്കുലർ മെന്റാലിറ്റിയുള്ള അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ
ഈ ഓസ്ട്രേലിയയിലെ ആൽബനീസിന്റെ ഇടതുപക്ഷ പാർട്ടി, അതുപോലെ തന്നെ ഒലാഫ് ഷോൾപ്പിന്റെ ജർമ്മനിയിലെ പാർട്ടി, അതുപോലെ തന്നെ ഇമ്മാനുവൽ മക്രോണിന്റെ ഫ്രാൻസിലെ പാർട്ടി, ഇവരെല്ലാം സെക്കുലറിസ്റ്റ് ചിന്താഗതിക്കാരാണ്. ഇവരുടെ മൾട്ടി കൾച്ചറലിസം എന്ന ആശയത്തിന്റെ പേരിൽ ഈ തീവ്രവാദികൾ അടക്കമുള്ള ആളുകളെ ഏത് വിഭാഗമാണ് എങ്ങനെയാണെന്ന് നോക്കാതെ സ്വന്തം രാജ്യത്തേക്ക് വലിച്ചുകൊണ്ട് വന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും അതിന്റെ ഏറ്റവും തീവ്രമായ മുഖവുമാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 9/11 മുൻപ് നമുക്കറിയായിരുന്നു, അമേരിക്കയിൽ നടന്ന 9/11 മുൻപ് ഒസാമ ബിൻ ലാദനെ പാലൂട്ടി വളർത്തിയ അമേരിക്കയ്ക്ക് കിട്ടിയ തിരിച്ചടിയായിരുന്നു അത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ തിരിച്ചടി എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകളെ എല്ലാ അർത്ഥത്തിലും അഴിഞ്ഞാടാൻ ഡെമോക്രാറ്റിക് പാർട്ടി വിട്ടതിന്റെ ആഫ്റ്റർ എഫക്റ്റാണിത്. ഇത് കഴിഞ്ഞ് ഈ ഇൻസിഡന്റ് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ന്യൂയോർക്കിലെ 6th അവന്യൂവില് വലിയൊരു റാലി നടന്നു, പലസ്തീന് വേണ്ടിയുള്ള റാലി. എന്ന് വെച്ചാൽ ഒരു മടിയുമില്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോഴും സംഭവിക്കും. ഇതിപ്പോ 15 പേരെ കൊന്നു കഴിഞ്ഞ് വെച്ചിട്ട്, ഒരു ആക്രമണത്തിൽ 15 പേരെ ഒരു തീവ്രവാദി കൊന്നിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞ് ഇതേപോലെയുള്ള തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പടുകൂറ്റൻ റാലി പലസ്തീന്റെ പതാകയും ഏന്തി ന്യൂയോർക്കിലെ 6th അവന്യൂവിൽ നടന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വർത്തമാനകാല ചരിത്രത്തിന്റെ ചിത്രം എന്ന് പറയുന്നത്. അതിന്റെ അവരുടെ മുദ്രാവാക്യമാണ് ശ്രദ്ധേയമായിട്ടുള്ളത്, ഗ്ലോബലൈസ് ഇന്റിഫാദ. ആ ഒരു മുദ്രാവാക്യം എടുത്തിക്കൊണ്ടാണ് ആയിരങ്ങള് ഈ പറയുന്ന ന്യൂയോർക്കിന്റെ തെരുവിൽ റാലി നടത്തിയത്. അപ്പോൾ അരുൺ, ഇപ്പം റോബിൻ പറഞ്ഞ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഇന്നലത്തെ ഒരു നിലപാടിൽ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ പാകിസ്ഥാൻ ഭീകരരെ പാലൂട്ടി വളർത്തി അവർ തന്നെ തിരിച്ചടി കൊടുക്കുന്നു. അപ്പോൾ റോബിൻ പറഞ്ഞ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോയിന്റ്, നമുക്ക് ഈ കഴിഞ്ഞ 4 വർഷത്തെ ബൈഡൻ കമല ആ ഒരു ഭരണകൂടം, പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം അവിടെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു അഴിഞ്ഞാടാനുള്ള ഒരു അവസരം പലപ്പോഴും ഇവർ നൽകുന്നുണ്ട്. ഒപ്പം അമേരിക്ക നമുക്കറിയാം വളരെ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള, വളരെ സുരക്ഷയൊക്കെ ശക്തമായിട്ടുള്ള ഒരു രാജ്യത്താണ്. ഈ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്ന ഒരു വേളയിൽ നമുക്കറിയാം ചില തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ കാഫറുകളുടെ ആഘോഷമാണ് ഈ ന്യൂ ഇയർ സെലിബ്രേഷനും ക്രിസ്മസ് സെലിബ്രേഷനും ഒക്കെ. ഇതിനെ രണ്ടിനെയുമാണ് ഇവർ ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ ഒരു മൃദു സമീപനം, തീവ്രവാദത്തോടുള്ള ഒരു മൃദു സമീപനം, അത് സ്വീകരിച്ചതിന്റെ ഫലമായിട്ടുള്ള ഒരു തിരിച്ചടിയല്ലേ ഇപ്പോൾ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ജോർജ്, ഇവിടെ റോബിൻ സൂചിപ്പിച്ചതുപോലെ ഒരു ആശയപ്രചരണം, ആ ഒരു ആശയപ്രചരണത്തിന് അവസരം അമേരിക്കയിൽ ഇപ്പോൾ വളരെ നന്നായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഈ ന്യൂ ഓർലിയൻസിലത്തെ ആക്രമണം നമുക്ക് നൽകുന്ന സൂചനകൾ. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉയർത്തിവിട്ട ഒരു ആശയമുണ്ട്, അവരൊരു ഐഡിയോളജി ഉണ്ട്, ഒരു തീവ്ര ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി ഇന്ന് ലോകവ്യാപകമായിട്ട് അതിന് വളരുവാനായിട്ട് അവിടെയുള്ള ഗവൺമെന്റുകൾ തന്നെ അനുവാദം കൊടുത്തിരിക്കുന്നു എന്നിടത്താണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് മുന്നോട്ട് വെച്ചൊരു ആശയമാണ് ലോൺ വോൾഫ് അറ്റാക്ക് അഥവാ ഒറ്റച്ചെന്നായ ആക്രമണം. ഈ ഒറ്റച്ചെന്നായ ആക്രമണത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് യാതൊരു ബന്ധവും വേണമെന്നില്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ ആശയങ്ങൾ അവർക്ക് ഏറ്റവും ഇപ്പോൾ അനുയോജ്യമായ ഒരു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ ആണ്. ആ സോഷ്യൽ മീഡിയയിലൂടെ അവരത് ഇങ്ങനെ ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അവിടെ മോസ്കുകളിൽ കൂടിയാണ് ഇപ്പോൾ ആ ഒരു ആഹ്വാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആഹ്വാനങ്ങൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക മാത്രമേ വേണ്ടൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ ആശയവും ഇതേ സമാന ചിന്താഗതികളും പുലർത്തുന്നവര്, അല്ലെങ്കിൽ എളുപ്പത്തിൽ റാഡിക്കലൈസ് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികൾ, അവർ ഈ ആഹ്വാനം ഏറ്റെടുക്കുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മരണസംഖ്യകൾ കുറയുന്നതിന്റെ ഒരു കാരണം, ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ അവരൊരു സംഘടിത രൂപമായിരുന്നു. ഇവരൊറ്റയ്ക്കാണ് ഇതിന്റെ ബോംബുണ്ടാക്കുന്നതായാലും അല്ലെങ്കിൽ ഇതിന്റെ ആക്രമണങ്ങൾക്ക് വേണ്ടി ഇവർ ഒരുങ്ങുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന കുറെ പാളിച്ചകൾ മൂലമാണ് ഇവിടെ മരണസംഖ്യ കുറയുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ പലരും ആസൂത്രണം ചെയ്യും, അവർ നടപ്പാക്കാൻ ശ്രമിക്കുകയും പലപ്പോഴും അവർ പരാജയപ്പെടുകയും അതിൽ ചിലതെല്ലാം ഇതുപോലെ നടപ്പായി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2020 ജൂണിലെ ഈ കനയ്യ ലാൽ എന്ന് പറഞ്ഞ വ്യക്തിയെ നുപുർ ശർമ്മയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴുത്തറുത്ത് കൊന്ന അവസ്ഥ. അതിന് കാരണം എന്തായിരുന്നു? അത് ലോകവ്യാപകമായിട്ട് അനേകം ഫത്വകളും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആഹ്വാനങ്ങളും വന്നു. ഇത് ഏറ്റെടുക്കാൻ അത് ലോകവ്യാപകമായിട്ട് ഇതേ ആശയങ്ങൾ പേറുന്നവർ തയ്യാറായി വരുന്നിടത്താണ് ഈ അപകടം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നിയന്ത്രിക്കാൻ മറ്റൊരു വഴിയില്ല. ഇപ്പൊ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണോ അതോ അൽഖ്വയ്ദയാണോ, അവരെയൊക്കെ നശിപ്പിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ആ സംഘടിതമായ ഒരു രൂപം ഉണ്ടായിരിക്കും. അവരുടെ തലവനെയോ അവരുടെ കേന്ദ്രങ്ങളെയോ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ ഇല്ലാതാക്കാൻ സാധിച്ചേക്കും. പക്ഷെ ഈ ആശയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ ആശയം ആരൊക്കെ പേറി നടക്കുന്നു, അതല്ലെങ്കിൽ ഈ ആശയ പ്രചരണം ലോകത്തിൽ എത്രത്തോളം പടരുന്നു, അത് ഈ ലോകത്തിന് അപകടമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ന്യൂ ഓർലിയൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നീസിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരം ട്രക്ക് ഇടിച്ചുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ജോർജ് നേരത്തെ സൂചിപ്പിച്ച ഇപ്പോൾ അഫ്ഗാൻ ജയിലിലുള്ള സോണിയ സെബാസ്റ്റിന്റെ ഭർത്താവ് അബ്ദുൾ റാഷിദ്,
അദ്ദേഹം കൊടുത്ത ആഹ്വാനം അത് വളരെ കൃത്യമായിരുന്നു. എവിടെയൊക്കെയാണ് ആക്രമിക്കേണ്ടത്, കുംഭമേള ആക്രമിക്കാൻ പറയുന്നു, തൃശ്ശൂർ പൂരത്തിനെ ആക്രമിക്കാൻ പറയുന്നു. കൃത്യമായ ഡയറക്ഷൻസ് ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തില് ഇവിടെ റോബിൻ സൂചിപ്പിച്ച ഒരു പദം കാഫിർ. ഈ കാഫിർ എന്ന പദമാണ് ഇവിടെ അപകടം ഉണ്ടാക്കുന്നത്. ഈ കാഫിറുകളെ കൊന്നൊടുക്കുക എന്നൊരു ആശയമാണ് ഇവർ പേരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിശ്വാസത്തിലില്ലാത്ത, ഇവരുടെ തീവ്ര വിശ്വാസം പേരാത്തവരെല്ലാവരും കാഫറുകളാണ്. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിതവാദികളായ മുസ്ലിമുകളും ഇവരെ സംബന്ധിച്ചിടത്തോളം കാഫറുകളെ പോലെയാണ്. അതുകൊണ്ടാണ് ഇവര് ക്രിസ്മസ് ആഘോഷം, പുതുവത്സരാഘോഷം ഇതുപോലെയുള്ള അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ആഘോഷങ്ങളെ, അതല്ലെങ്കിൽ ഇവർ അസ്വസ്ഥതയോടെ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന യൂറോപ്പിലെ ചില സംസ്കാരങ്ങൾ, ഇതിനോടൊക്കെ ഇവർ അസഹിഷ്ണുക്കളായിട്ട് ഇവർ ഈ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്പിലെ ഒരു സ്ത്രീ പറഞ്ഞ വാക്കുകളുണ്ട്, നിങ്ങളുടേത് ഇത്രയും ശ്രേഷ്ഠമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ്, നിങ്ങൾ ശ്രേഷ്ഠമല്ല എന്ന് കരുതുന്ന ഞങ്ങളുടെ നാട്ടിലേക്ക് വലിഞ്ഞേറി വന്ന് ഇവിടെ വന്ന് നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടേത് ശ്രേഷ്ഠമായിരുന്നെങ്കിൽ നിങ്ങൾ ശ്രേഷ്ഠമായതുണ്ടായിരുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാമായിരുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ യൂറോപ്പിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നൊരു ചോദ്യം ഉന്നയിച്ചു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും സോഷ്യൽ മീഡിയയിൽ കൃത്യമായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും അൽഖ്വയ്ദയുടെയും പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരെയല്ല ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, അത് ഇസ്രായേലിനെയും ജൂതന്മാരെയാണ്. കൃത്യമായ ഓപ്പറേറ്റീവ് മാനുവൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. എങ്ങനെ ഒരു ജൂതനെ കൊല്ലണം, അല്ലെങ്കിൽ ഇസ്രായേലിനെ എങ്ങനെ ആക്രമിക്കണം, ഇതിനെല്ലാം കൃത്യമായ ഒരു ഓപ്പറേറ്റീവ് മാനുവൽ ഇപ്പോൾ അവർ ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് വ്യക്തമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന, ഇപ്പം അരുൺ പറഞ്ഞതുപോലെ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ആകത്തുകയായിട്ട് വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ലീപ്പർ സെല്ലുകളുടെ ഒക്കെ ഒരു റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് ഈ ഭീകരരുടെ കൈകളിലാണ്. ഒരു ഉദാഹരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ മിസ്റ്റർ ബീൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ റോവൻ ആറ്റിങ്സിന്റെ ഒരു ജോൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അതിൻ്റെ അകത്ത് ഈ VIP-കളെ വധിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. VIP-യുടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുന്നവരുടെ മേലെ ഒരു പ്രത്യേക ഒരു മരുന്ന് കുത്തിവെക്കും. ആ മരുന്ന് പിന്നെ കുത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുത്തിവെക്കപ്പെട്ട വ്യക്തിയുടെ കൺട്രോൾ എന്ന് പറയുന്നത് ഈ ഭീകരരുടെ അല്ലെങ്കിൽ കുറ്റവാളികളുടെ കൈകളിൽ തന്നെയാണ്. ആ മരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പറയുന്ന വ്യക്തിയുടെ മുമ്പിൽ കാണുന്നത് സ്വന്തം കൂട്ടുകാരനോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ഒന്നുമില്ല. ആ പറയുന്ന വ്യക്തി നൽകുന്ന കൺട്രോൾ അനുസരിച്ചാണ് പിന്നെ ആ വ്യക്തി പ്രവർത്തിക്കുന്നത്. വെടിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെടിവെക്കും. സമാനമായിട്ടാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും ഉള്ളില് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന മരുന്ന് കുത്തിവെക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അതിന്റെ ബൂസ്റ്റർ ഡോസുകൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ എല്ലാം കൺട്രോൾ എന്ന് പറയുന്നത് ഈ ഭീകരരുടെ കയ്യിലാണ്. ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ മതി, അപ്പോൾ തന്നെ അവർ ആക്ട് ചെയ്യും. അതിന് അവർ അവരുടെ ബന്ധുക്കാരാണോ അല്ലെങ്കിൽ സാധാരണക്കാരാണോ എന്നും ഒട്ടും നോട്ടമില്ല. ആ മരുന്നിന്റെ ഇൻഫ്ലുവൻസിൽ അവർ ആക്ട് ചെയ്യും. അതാണിപ്പോൾ യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പല കുറ്റവാളികളുടെയും ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ ബന്ധുക്കാരോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്, ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് അത്ഭുതപ്പെടുകയാണ്. പക്ഷേ പിന്നീട് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് പലപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭവമുള്ള പല ആശയങ്ങളും ഒക്കെ ഇവർ വായിക്കുന്നത്, പഠിക്കുന്നത്, അത് പ്രചരിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമ്മെ ഭയപ്പെടുത്തുന്നത്. അതായത് സ്വന്തം വീട്ടുകാർക്കോ സ്വന്തം പരിചയക്കാർക്കോ ഒന്നും ഈ പറയുന്ന വ്യക്തികളുടെ മേൽ കൺട്രോൾ ഇല്ല. ഇവരുടെ റിമോട്ട് എന്ന് പറയുന്നത് അങ്ങ് സിറിയയിലും അങ്ങ് അഫ്ഗാനിലും അങ്ങ് തീവ്രവാദ സ്വാധീനമുള്ള രാജ്യങ്ങളിലും ഇരിക്കുന്ന തീവ്രവാദികളുടെ കൈകളിലാണ്. അവരുടെ ഒരു ആജ്ഞ മതി, ഇവർ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം, എപ്പോൾ വേണമെങ്കിലും പാഞ്ഞു വരുന്ന കാറിന്റെ രൂപത്തിൽ വന്ന് ആക്രമണം അയച്ചുവിടാം, കത്തിയുടെ രൂപത്തിൽ വന്ന് അനേകരെ കുത്തിക്കീറാം, ചാവറുകളായിട്ട് പൊട്ടിത്തെറിക്കാം. അതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിറിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതിയാണ്. സിറിയയിൽ പോകുമ്പോൾ മാത്രം ഭയപ്പെട്ടാൽ മതി. പക്ഷെ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് യൂറോപ്പിലും എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ തൊട്ടടുത്ത് നടക്കുന്ന വ്യക്തി സ്ലീപ്പർ സെല്ലാണ് അല്ലെങ്കിൽ ആണോ എന്ന് ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു ഗതികേടിലാണെന്ന് പാശ്ചാത്യ രാജ്യത്തെ ജനങ്ങൾ. അത് തീർച്ചയായിട്ടും ചില തെറ്റായ വികലമായിട്ടുള്ള ഒരു നയങ്ങളുടെ ഒരു ക്ലൈമാക്സ് ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെങ്കിലും പാശ്ചാത്യ രാജ്യത്തെ ജനങ്ങൾ, യൂറോപ്പിലെ ജനങ്ങൾ, അമേരിക്കയിലെ ജനങ്ങൾ ഒരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. റോബിൻ പറഞ്ഞതുപോലെ ഒരു റൈറ്റ് വിങ്ങിന്റെ ഒക്കെ ഒരു ഉയർച്ചയൊക്കെ അതിന്റെ ഒരു സൂചന തന്നെയാണ്. ട്രംപിന്റെ ഒക്കെ തെരഞ്ഞെടുപ്പും അതിന്റെ ഒരു സൂചന തന്നെയാണ്. ജോർജ് അവസാനം പറഞ്ഞ കാര്യമാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു മുൻ ക്രിമിനൽ പശ്ചാത്തലം പോലും ഇവരെ സംബന്ധിച്ചില്ല. അതാണ് ഏറ്റവും വലിയൊരു അപകടം. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവരെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ആക്രമണം നടന്നതിന് ശേഷമാണ് ഇവൻ ഇത്രയും വലിയ തീവ്രവാദ ആശയം പേറി നടന്നിരുന്നവനാണോ എന്ന് അറിയാൻ സാധിക്കുന്നത്. പലപ്പോഴും ഇവരുടെ ഇടപാടുകൾ ഡാർക്ക് വെബിലും അതല്ലെങ്കിൽ ഇവരുടേത് മാത്രമായിട്ടുള്ള ചില പ്ലാറ്റ്ഫോമുകളിലുമാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ്. സാധാരണക്കാർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളല്ല ഇവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് യൂറോപ്പ് ഇപ്പോൾ ഡിപ്പോർട്ടേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ മൊത്തത്തില്, അതായത് ക്രിമിനലുകളെയല്ല, മൊത്തം അഭയാർത്ഥികളെയും ഡിപ്പോർട്ട് ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. പലപ്പോഴും യൂറോപ്പിലെ പല തീവ്ര വലതുപക്ഷക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ബലാത്സംഗങ്ങളിൽ 90% അഭയാർത്ഥികളുമായി വന്ന പുരുഷന്മാരാണ്. അതായത് അഭയാർത്ഥികളായിട്ട് വന്ന ഇന്ന രാജ്യക്കാരെന്നല്ല അവർ പറയുന്നത്.
എല്ലാ അഭയാർത്ഥികളും, എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വന്ന അഭയാർത്ഥികളും അവർ ഇത്തരം ക്രിമിനൽ സ്വഭാവങ്ങൾ കാണിക്കുന്നു, അതല്ലെങ്കിൽ അവരിങ്ങനെ ബലാത്സംഗ കേസിൽ പ്രതിയാകുന്നു. ഞങ്ങളുടെ രാജ്യത്തെ 10% പേരാണ് ബലാത്സംഗ കേസിൽ ഇപ്പോൾ പ്രതിയാകുന്നതെങ്കിൽ ഈ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഏകദേശം 5%-നും 4%-നും താഴെ വന്നിരിക്കുന്നവരിൽ ഉള്ളവരാണ് രാജ്യത്തെ 90% ബലാത്സംഗ കേസുകളിലും പ്രതിയാകുന്നത്. അപ്പൊ എത്രത്തോളം ഭീകരമാണ് ആ യൂറോപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ തന്നെ ഈ പറയുന്ന ജബ്ബാർ അതേ ഒരു സൈനികനായിരുന്നു. അരുൺ പറഞ്ഞ ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റ്. നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഭീകരനാണോ, അത് എപ്പോൾ പൊട്ടിത്തെറിക്കും, എപ്പോൾ കാറിലൂടെ വരും എന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് സംഭവിച്ചു കഴിയുമ്പോഴാണ് ഈ വ്യക്തി ഭീകരനാണ് എന്ന കാര്യം ജനം തിരിച്ചറിയുന്നത്. ഈ പറയുന്ന ഈ ഭീകരൻ അഫ്ഗാനിസ്ഥാനിൽ പോയി രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത വ്യക്തിത്വമൊക്കെയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും പല നിഗൂഢ ഗ്രൂപ്പുകൾ, ഇപ്പൊ പോലീസിന്റെ ഇടയിൽ പച്ചവെളിച്ചം, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു, പക്ഷെ അത് വേറല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ സാഹചര്യം വരുമ്പോഴാണ് ഓരോരുത്തരുടെ ഉള്ളിരിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ ഒരു തരത്തിലാണെങ്കിൽ അത് കേരളത്തിൽ വേറൊരു തരത്തിൽ, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ വേറൊരു രീതിയിലാണ് ഇവർ അവരുടെ സ്വഭാവം പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി, നമ്മൾ ഈ ലാസ് വെഗാസിൽ നടന്ന ആ ഒരു സ്ഫോടനത്തിന്റെ കാര്യം കൂടി ഒന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ഈ ട്രംപിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തമായ ഒരു വ്യക്തിത്വമാണ് ഈ എലോൺ മസ്ക്. എലോൺ മസ്കിന്റെ ഒരു ടെസ്ലയുടെ ഉടമസ്ഥതയിലുള്ള സൈബർ ട്രക്കാണ് അവിടെ പൊട്ടിത്തെറിച്ചത്. അതും ട്രംപിന്റെ ഒരു ഹോട്ടലിന്റെ മുന്നിൽ വെച്ചാണ് അത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതൊരു ഭീകരാക്രമണം തന്നെയാണ് എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കാരണം അതിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് എലോൺ മസ്ക് തന്നെ പറയുന്നു. കാറിന് വേറെ രീതിയിലുള്ള കംപ്ലൈന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. ഭീകരർ ഈ എലോൺ മസ്കിനെയും ട്രംപിനെയും ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ ഏൽക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ഒരു ബാധ്യത, ഒരു ഉത്തരവാദിത്തം അമേരിക്കയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നതിന്റെ ഒരു സൂചന തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും. പാശ്ചാത്യ ലോകത്ത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങൾ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള മുന്നറിയിപ്പുകളാണ് ലോക രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഉറക്കം വിട്ട് എഴുന്നേൽക്കൂ എന്ന ഒരു മുന്നറിയിപ്പ്. ഭീകരതയെ പാലൂട്ടി വളർത്തിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു തിരിച്ചടി, അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ്. ഭീകരതയോട് മൃദു സമീപനം പുലർത്തിക്കഴിഞ്ഞാൽ, വിവേകമില്ലാതെ അഭയാർത്ഥികളെ കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞാൽ, അവർ ആ കൂട്ടർ ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്ത്, തങ്ങൾക്ക് സ്വീകരണമൊരുക്കിയ ദേശത്ത് നടത്തുന്ന അതിക്രമങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള ഒരു മുന്നറിയിപ്പ്. ഈ അമേരിക്കയിൽ ഭീകരാക്രമണം നടത്തിയ ആ ഒരു ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അത് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു പ്രതീകം മാത്രമാണ്. യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലും, ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന സ്ലീപ്പർ സെല്ലുകളുടെ ഒരു പ്രതീകം. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഷംസുദ്ദീൻ ജബ്ബാർമാർ കാറിന്റെ രൂപത്തിൽ, കത്തിയുടെ രൂപത്തിൽ, തോക്കിന്റെ രൂപത്തിലൊക്കെ വന്ന് ഭീകരാക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ആ സാധ്യതകൾ അടയ്ക്കാനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്തം രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കാണ്, സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ്, ഭരണകൂടങ്ങൾക്കാണ് എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.